നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അയലക്കറിയാണ്. നല്ല അടിപൊളി കണ്ണിയലക്കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാടൻ അയലക്കറി തയ്യാറാക്കാനായിട്ട് നമ്മുടെ ചട്ടി റെഡിയാണ്. നമ്മൾ മൺചട്ടിയിലാണ് നമ്മുടെ നാടൻ അയലക്കറി തയ്യാറാക്കുന്നത്. നമുക്ക് മൺചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉലുവ നന്നായി ഒന്ന് മൂത്ത് വരണം. ഉലുവ ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് 30 ഗ്രാം വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. 30 ഗ്രാം ചെറുതായി അരിഞ്ഞ ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ 1 തണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് മൂത്ത് വരണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചമുളക് ഒന്ന് ചെറുതായി ഒന്ന് നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പച്ചമുളക് ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചട്ടിയിലോട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ഫ്ലെയിം സ്ലോ ഫ്ലെയിമിൽ വേണം. നമ്മുടെ അരപ്പ് നന്നായി മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാൻ. നമ്മുടെ മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മസാലയിലോട്ട് 1.5 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന 3 ചുള കുടംപുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് പുളിവെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഒന്ന് നന്നായി തിളച്ച് വരണം. അങ്ങനെ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെ 1 കിലോ അയില നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഏകദേശം 7-8 മിനിറ്റോളം നമുക്ക് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 8-10 മിനിറ്റോളം നമ്മുടെ അയലക്കറി മൂടിയിരുന്ന് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി മൂടി മാറ്റി നോക്കാം. ഇവിടെ അയലക്കറി നന്നായി തിളച്ച് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു 4 മിനിറ്റോളം നമുക്ക് മൂടി മാറ്റി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 4 മിനിറ്റോളം നമ്മുടെ മീൻകറി നന്നായി മൂടി മാറ്റിയിരുന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി നന്നായി വട്ടം ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി നമ്മളിവിടെ അരമുറി തേങ്ങയുടെ 1/4 പാൽ നല്ല കട്ടി പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ അയലക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി നമ്മുടെ ചട്ടി ഒന്ന് വട്ടം ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് നല്ലൊരു തിള വരുന്നിടം വരെ നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഈ അവസരത്തിൽ നമ്മുടെ അയലക്കറിയുടെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാരണം നമ്മുടെ അയലക്കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ നാടൻ അയലക്കറി റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേ രീതിയിലൊന്ന് അയലക്കറി ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ അയലക്കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു.